As an Indian journalist, I am very much happy to hear from a journalist today as a very best question to the CM of Andhra Pradesh. Salute India Today and all people behind this program, Agenda Aaj Tak. അജണ്ട ആജ് തക് എന്ന് പറഞ്ഞ ഒരു ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ എന്താ പറയുന്നത്, ഒരു പവർഫുൾ ജേർണലിസ്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഇതെന്ത് രാജ്യമാണ്, എന്തുവാടെ നിൻ്റെയൊക്കെ പോലീസ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നു, ഇന്ത്യൻ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അവിടെ സ്റ്റാറെന്നോ വലിയ വലിയ ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ അവിടെ സ്റ്റാറായാലും ആരായാലും പിടിച്ചകത്തോടെന്ന് പറയുമ്പം പൊളിറ്റീഷ്യനായ പിടിച്ചകത്തോടെന്ന് പറയുന്നില്ല, മുഖ്യമന്ത്രിയെ തന്ത്രത്തിൽ കാണിച്ചാൽ പിടിച്ചകത്തോടെന്ന് പറയുന്നില്ല. ഇവിടെ സ്റ്റാറിൻ്റെ താരമായാലും അവന് നിയമമൊക്കെ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന രേവന്ത് റെഡ്ഡിയോടാണ് എൻ്റെ ചോദ്യം. 2 ദിവസത്തെ നിങ്ങളുടെ സംസ്ഥാനത്തെ കോടതി അവധിയാണ് എന്നതുകൊണ്ട് മാത്രം മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു കുറ്റവാളി എന്ന് പറയാൻ കോടതിയിലെത്തി, കോടതി അത് പഠിച്ച് കണ്ടെത്തണം കുറ്റവാളിയാണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് പേഴ്സൺ, അദ്ദേഹത്തിന് കോടതി അവധിയാണ് അല്ലെങ്കിൽ ജയിലിൽ തക്കതായിട്ടുള്ള ആൾ അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങി, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പേപ്പർ എത്തിക്കാൻ, ആ ഓർഡർ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടവനാണോ ഇന്ത്യൻ പൗരൻ? ഒരു മുഖ്യമന്ത്രിയെക്കാളും മുകളിലിരിക്കേണ്ടവനാണ് ജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തവൻ ആ കുറ്റം കോടതിയിൽ തെളിയിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ നീതിപീഠത്തിന് മുൻപിലാണ് ഇന്നലെ ചെയ്യാത്ത കുറ്റത്തിന് അല്ലു അർജുൻ ഇന്ത്യയിൽ 1 ദിവസം ജയിലിൽ കിടന്നത്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു നിരപരാധി പോലും 1 ദിവസം പോലും കോടതി അവധി എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഇനി ഒരിക്കലും ജയിലിൽ കിടക്കരുത്. ബഹുമാനപ്പെട്ട രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതിയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, കോടതി ഇനി അവധി എടുക്കരുത്. എപ്പോഴും ഒരു പ്രതിയെ അല്ലെങ്കിൽ ഇത്ര ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലായിരിക്കും. രേവന്ത് റെഡ്ഡി നടത്തിയിട്ടുള്ള പല പ്രകടനങ്ങളും ഇലക്ഷൻ പ്രകടനങ്ങളിലും ഇതുപോലുള്ള ആൾക്കൂട്ടങ്ങളും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചാലും ജയിലിടേണ്ടത്. താൻ കുറ്റവാളി അല്ല എന്ന് അത് പ്രൂവ് ചെയ്യാനുള്ള അവകാശം ആ പ്രതിക്കുള്ളതുപോലെയാണ് 2 ദിവസത്തെ കോടതി അവധിയുടെ പേരിൽ ജയിലിൽ കിടക്കാതിരിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അന്നിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് ശബരിമല മകരവിളക്കുമായിട്ട് സംബന്ധിച്ച് മണ്ണിടിഞ്ഞ് അങ്ങനെ ആൾക്കാർ മരിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയൊന്നും പിടിച്ച് ജയിലിലിട്ടതല്ല, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേരളം. അപ്പോൾ അല്ലു അർജുനനെ പോലെ ഇന്ത്യ മുഴുവനും ആരാധകരുള്ള ഒരാളെ ഈ 2 രാഷ്ട്രീയ വൈര്യങ്ങൾക്കിടയിൽ, ഫാമിലികൾ തമ്മിലുള്ള വൈര്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ കാരണം അല്ലെങ്കിൽ അവരുടെ ശത്രുത കാരണം ഇന്ത്യൻ നീതിപീഠത്തിനെയും ഇന്ത്യൻ പോലീസിനെയും ഉപയോഗപ്പെടുത്തി 1 ദിവസം ജയിലിലിടാൻ പറ്റുമെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്താണ്? രേവന്ത് റെഡ്ഡി ഇന്നലെ ഇരുന്ന് ചിരിച്ച ആ സിംഹാസനത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഇരുന്ന് കൂടാഴിയില്ല. You are watching India's first NGO television, Malanadu TV, India. നമസ്കാരം. നടൻ അല്ലു അർജുൻ്റെ വിവാദമായിട്ടുള്ള അറസ്റ്റ് വാർത്തകളാണെന്ന് ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകം എങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നനുശാസിക്കുന്ന ഇന്ത്യൻ നീതിന്യായത്തിന് മുമ്പിലാണ് അല്ലു അർജുൻ്റെ അറസ്റ്റ് വിവാദമായിരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നിപ്പോൾ ഈ അറസ്റ്റിന് ഉപാധിയായിട്ട് ചേർത്തിരിക്കുന്ന 105, 111 തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കേണ്ട കുറ്റമാണ് അദ്ദേഹത്തിൽ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ അല്ലു അർജുനെ സംബന്ധിച്ച് ഉള്ള ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ഒരു നിരീക്ഷണമാണ് എനിക്കുള്ളത്. പൊതു രാഷ്ട്രീയ നിരീക്ഷണമാണ് അത് ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നനുശാസിക്കുന്ന ഇന്ത്യൻ നിയമവ്യവസ്ഥയാണ്, നീതിപീഠമാണ് നമുക്ക് മുമ്പിലുള്ളത്. ജനാധിപത്യത്തെ സംവിധാനത്തിൽ പരമോന്നത നീതിന്യായ വകുപ്പിന് അല്ലെങ്കിൽ നീതിപീഠത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യയിൽ നടത്താനുണ്ട് എന്നിരിക്കെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയത്തിൻ്റെയും പണ അധികാരങ്ങളുടെയും ചുവട് പിടിച്ച് പലപ്പോഴും നീതിന്യായ കോടതി പോലും നമ്മൾക്ക് ന്യായം എവിടെയാണ്, നീതി എവിടെയാണ് എന്നറിയാത്ത രീതിയിൽ നിലപാടെടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് നീതിന്യായ കോടതിയുടെ ഈ പറയുന്ന പലപ്പോഴും കോടതിയിൽ ചെല്ലുമ്പോൾ അന്യായം ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന നീതിന്യായ കോടതിയുടെ കാര്യത്തിൽ ഇത് എന്ത് രാജ്യമാണ് എന്ന തരത്തിലാണ് ഇന്ന് മറ്റുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കറക്റ്റ് വസ്തുതയാണ് ഞാൻ ഈ പറയുന്നത്. മനുഷ്യാവകാശ ലംഘനം. ഒരാൾ പ്രതി ചേർക്കപ്പെടുന്ന കേസിൽ അദ്ദേഹം പ്രതിയാണെന്ന് തീരുമാനിക്കുന്നത് പരമോന്നത നീതിന്യായമാണ്, കോടതിയാണ്. ആ കോടതി 2 ദിവസം അവധിയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇദ്ദേഹം ജയിലിൽ കിടക്കുന്നത്?
അങ്ങനെയുണ്ടെങ്കിൽ 2 ദിവസത്തെ അവധി പ്രഖ്യാപനത്തിന് പുതിയൊരു സംവിധാനം കണ്ടെത്തണം. ബഹുമാനപ്പെട്ട കോടതിയോട് എൻ്റെ അഭ്യർത്ഥനയാണ്, വളരെ വേഗത്തിൽ തന്നെ ശനി ഞായർ ദിവസങ്ങളിലുള്ള കോടതിയുടെ അവധി പ്രഖ്യാപനം ഒരുപാട് നിരപരാധികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത രീതിയിൽ, നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യയിലെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുമ്പം നിരപരാധി ശിക്ഷിക്കപ്പെടുകയല്ല, നിരപരാധിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തലത്തിലുള്ള ഇടപെടലുകളാണ് ഇന്ത്യൻ ന്യായപീഠങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ളത്, ശനി ഞായർ ദിവസങ്ങളിലെ അവധിക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾ അവധി എടുത്തോളൂ, പകരം നിങ്ങളുടെ ആ ജുഡീഷ്യൽ ബെഞ്ചിനകത്തുള്ള മറ്റുള്ളവരെ അത് ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് അടുത്ത ദിവസം അവധി കൊടുക്കുക. കോടതി അവധി ഉണ്ടാകാൻ പാടില്ല. കോടതിയുടെ വ്യവഹാരങ്ങൾ ഇന്ന് നിലനിൽക്കെ കെട്ടുകണക്കിന് കേസുകൾക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ അവധി ഉണ്ടാകാൻ പാടില്ല. ഈ പറയുന്ന കോടതിയുടെ 2 ദിവസത്തെ അവധി, ശനി ഞായർ ദിവസങ്ങളിലെ കോടതി അവധി പലപ്പോഴും രാഷ്ട്രീയ പകുപോക്കലുകൾക്ക്, വ്യക്തിപരമായ പകുപോക്കലുകൾക്ക് ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് വിഷമിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗരനാണ് ഞാൻ. എൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ബി അംബേദ്കർ വിഭാവന ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ഭരണഘടന എങ്കിൽ, ആ ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, ഒരു കോടതിയിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ സകല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് പറയുന്നത് വരെ കുറ്റവാളിയല്ല. താൻ കുറ്റവാളി അല്ല എന്ന് അത് പ്രൂവ് ചെയ്യാനുള്ള അവകാശം ആ പ്രതിക്കുള്ളതുപോലെയാണ് 2 ദിവസത്തെ കോടതി അവധിയുടെ പേരിൽ ജയിലിൽ കിടക്കാതിരിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. ഇത് കടുത്ത ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. കോടതി അവധി എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ ഇന്നലത്തെ കാര്യത്തിൽ അല്ലു അർജുനെ സംബന്ധിച്ചിട്ട് നാടകീയമായ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പുഷ്പ 2 നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ധനസമ്പാദനം നടത്തിയിട്ടുള്ള ഒരു വലിയ ചലച്ചിത്രമാണ്, മികച്ച ഒരു തെലുങ്ക് ഫിലിമാണ്. അപ്പോൾ ഈ തെലുങ്ക് ഫിലിം എന്നുള്ള രീതിയിൽ പുഷ്പ 2വിൻ്റെ അവിസ്മരണീയമായ വിജയം ഒരു പക്ഷേ അത് ഈ പറയുന്ന അല്ലു അർജുൻ, 2 ഫാമിലികൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ചിരഞ്ജീവി എന്ന് പറയുന്ന ഒരു വലിയ മെഗാസ്റ്റാറിൻ്റെ ബന്ധു കൂടിയാണ് അല്ലു അർജുൻ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു ബന്ധുക്കൾ രാഷ്ട്രീയത്തിലിരിക്കെ അവർക്ക് എതിരായിട്ടുള്ള അല്ലു അർജുൻ്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുള്ള ഇടപെടലുകളാണ് 2 ഫാമിലികളെ തമ്മിൽ അകൽച്ചയിലുണ്ടാക്കാനും അവിടെ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കാനും ശത്രുത ഉണ്ടാക്കാനും കാരണമായത്. ഇത് ഈ ഒരു എന്താണ് പറയുന്നത്, ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. പ്രധാനമായിട്ടും അല്ലു അർജുൻ്റെ പേരിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന വിഷയം, അല്ലു അർജുനൻ തിയേറ്റർ ഉടമകളെ അറിയിക്കാതെ തിയേറ്ററിലെത്തി എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്ന വിഷയം. എന്നാൽ നിയമപരമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ വരുമ്പോൾ വേണ്ട നിയമസഹായങ്ങൾ അല്ലെങ്കിൽ വേണ്ട സപ്പോർട്ടുകൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് പോലീസിന് പറഞ്ഞിട്ടുണ്ട് എന്ന് അല്ലുവിൻ്റെ അഭിഭാഷകർ പറയുന്നു. ഇനി അല്ലു അർജുനെ പോലൊരു താരം, ഇപ്പോൾ മോഹൻലാലിനെ പോലൊരു താരം ഒരു തിയേറ്റർ സന്ദർശിക്കുന്നു എന്നുണ്ടെങ്കിൽ തിയേറ്റർ ഉടമകൾ എന്തായാലും അനൗൺസ് ചെയ്യും. അദ്ദേഹം ഒരു ലൈംലൈറ്റ് നിൽക്കുന്ന ഒരാളാണ്, വലിയ വിലപിടിപ്പുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആണെങ്കിലും തിയേറ്റർ ഉടമകളാണെങ്കിലും ഈ പറയുന്ന സിനിമകളുടെ പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും അത് വലിയ വാർത്തയാകും. അപ്പോൾ അത് പോലീസ് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ ന്യായീകരണത്തിൻ്റെ ആവശ്യമില്ല. പോലീസ് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിൽ അല്ലു അർജുൻ വരികയും അവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾക്കിടയിൽ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ഒരമ്മ മരിച്ചു. ആ അമ്മയുടെ മകൻ ഇപ്പം അതിഗുരുതരമായ അവസ്ഥയിൽ പറയുന്ന പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ശരിക്കും ഇത്തരം ഒരു തിക്കും തിരക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ മുൻകൂർ ഇങ്ങനൊരു തിരക്കുണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ബാരിക്കേഡുകളോ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതിൽ പോലീസിൻ്റെ വീഴ്ചയുണ്ട്, ഭരണകൂടത്തിൻ്റെ വീഴ്ചയുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രധാനമായിട്ടും ഈ ഭരണകൂടങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ, 2 സംസ്ഥാനങ്ങളാണ് ഇന്ന് ഈ പറയുന്നത് ഹൈദരാബാദും അതുപോലെ തന്നെ തെലുങ്കാനയും എന്നൊക്കെ പറഞ്ഞാലും ആന്ധ്രയും തെലുങ്കാനയും എന്നൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഈ 2 കൂട്ടരും ഒന്നിച്ച് ഭരിക്കുന്നു എന്ന് വേണം പറയാൻ. 2 മുഖ്യന്മാരും അവരുടെ 2പേരുടെയും കൂടെ ഏകോദര സഹോദര ഭാവനയുള്ള ഈ ഇടപെടലാണ് അല്ലു അർജുൻ്റെ ഈ പറയുന്ന അറസ്റ്റിലേക്ക് നയിച്ചിട്ടുള്ളത്. എന്തായാലും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റിന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ നടന്നില്ല. അഭിഭാഷകർ ജാമ്യം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞു നടന്നെങ്കിലും അവസാന നിമിഷം ആ ദിവസം തന്നെ ജാമ്യം ലഭിച്ചു. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൻ്റെ കാര്യങ്ങൾ എത്തിച്ചെങ്കിലും കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് കോടതിയെ അല്ലെങ്കിൽ ജയിലിലേക്ക് വിടുമ്പോൾ ആ ജയിൽ വാർഡന് അല്ലെങ്കിൽ ജയിലിൻ്റെ അധികാരിക്ക് പുറത്തു പോകേണ്ടി വന്നു. ഈ പുറത്തു പോകും എന്നതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. കാരണം ഈ അല്ലു അർജുനെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിൽ ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അപ്പുറത്ത് നിൽക്കുന്നു. അവരുടെ ആവശ്യമായിരുന്നു അല്ലു അർജുൻ്റെ ഈ ഒരു ദിവസത്തെ ജയിൽ വാസം. അതെന്തായാലും അവർ സാധിച്ചു. എന്നെ സംബന്ധിച്ചും ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ലു അർജുനനെ പോലെ ഇന്ത്യ മുഴുവനും ആരാധകരുള്ള ഒരാളെ ഈ 2 രാഷ്ട്രീയ വൈര്യങ്ങൾക്കിടയിൽ, ഫാമിലികൾ തമ്മിലുള്ള വൈര്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ കാരണം അല്ലെങ്കിൽ അവരുടെ ശത്രുത കാരണം ഇന്ത്യൻ നീതിപീഠത്തിനെയും ഇന്ത്യൻ പോലീസിനെയും ഉപയോഗപ്പെടുത്തി ഒരു ദിവസം ജയിലിലിടാൻ പറ്റുമെങ്കിൽ
നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്താണ്? ആർക്കാണ് ഇവിടെ സുരക്ഷിതത്വമുള്ളത്? നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു, അത് നമ്മുടെ കുടുംബമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ശത്രുക്കളാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ശത്രുക്കളാണെങ്കിലും അവർക്ക് ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ ഒരാൾക്കും രാജ്യത്ത് സുരക്ഷിതത്വമില്ല എന്നാണ് ഇത് ദ്യോതിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലു അർജുൻ്റെ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പ്രധാനമായിട്ടും അല്ലു അർജുനന് നേരെ എടുത്തിരിക്കുന്ന കേസ് നിലനിൽക്കാത്ത കേസാണ്. പ്രധാനമായിട്ടും ഇത്തരം ഭരണകൂടങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടത്തിയിട്ടുള്ള പല പ്രകടനങ്ങളും ഇലക്ഷൻ പ്രകടനങ്ങളിലും ഇതുപോലുള്ള ആൾക്കൂട്ടങ്ങളും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചല്ലേ ജയിലിലിടേണ്ടത്. ഇവിടെ രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ജനങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പിടിച്ച് അകത്തിടണം എന്നാണോ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്നത് കേട്ടോ? നിയമത്തിന് മുമ്പിൽ സ്റ്റാറുകളൊന്നൊന്നുമില്ല, ഏത് താരമായാലും പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. ശരിയാണ്, അങ്ങിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാലും ഞങ്ങൾക്ക് നിയമമൊക്കെ ഒന്നേ ഉള്ളൂ. നാളെ രേവന്ത് റെഡ്ഡി നടത്തുന്ന ഒരു ഇതേപോലൊരു വലിയ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഏതെങ്കിലും ഇതേപോലൊരു ആപത്ത് സംഭവിച്ചാൽ രേവന്ത് റെഡ്ഡിയും ജയിലിൽ കിടക്കാൻ തയ്യാറാകണം. പക്ഷേ നിങ്ങളാരും വിചാരിക്കാത്തൊരു സംഭവമുണ്ട്. എന്തായാലും ഈ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഒട്ടനവധി ഇതേപോലുള്ള ദുരന്തങ്ങൾ സാക്ഷിയായ നാടാണ് കേരളം. അന്നിപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിട്ട് ശബരിമല മകരവിളക്കുമായിട്ട് സംബന്ധിച്ച് മണ്ണിടിഞ്ഞ് വീണ് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയൊന്നും പിടിച്ച് ജയിലിലിട്ടതല്ല, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേരളം. അതുപോലെ രാജ്യത്തുടനീളം ഇത്തരം ജനക്കൂട്ടങ്ങൾക്കിടയിലെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ആ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള പാർട്ടി അധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയോ ആരാണോ അവിടെ പങ്കെടുത്തത് ലൈംലൈറ്റിൽ നിൽക്കുന്ന പ്രതിനിധി അവരെ ആരെയും പിടിച്ച് ജയിലിലിട്ട ചരിത്രമില്ലാതിരിക്കെ ഈ 2 ദിവസത്തെ ഈ ഒരു കോടതി അവധി എന്ന് പറയുന്ന ആ ഒരു പഴുതുപയോഗിച്ചുകൊണ്ട് തർക്കങ്ങളിൽ തങ്ങളുടെ എതിരാളികളെ അകത്തിടാൻ പറ്റുന്ന ഒരു പോലീസിങ് നമുക്ക് പണ്ട് മുതലേ ഉണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ കേരളത്തിലെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഒരു പ്രതിയെ അല്ലെങ്കിൽ ഇത്തരം ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലായിരിക്കും. ഈ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ നിസ്സഹായനാണ്. അവരുടെ കൂടെ പോയേ പറ്റും. അവരുടെ അഭിഭാഷകരൊക്കെ എത്ര ശ്രമിച്ചാലും ഉടനടി ഒരു ജാമ്യമൊന്നും കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നേരെ വന്നിട്ട് ജയിലിലേക്ക് അയക്കാനൊരു ശ്രമം നടത്തും. കോടതി പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഇത്രയും വലിയ ആരാധന സമൂഹത്തിൽ വലിയ ഒരു സ്ഥാനമുള്ള ഒരാളാണെങ്കിൽ കൂടി 2 ദിവസത്തെ ജയിൽവാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലേൽപ്പിക്കുന്ന ആത്മാഭിമാനക്ഷതം അത് ആത്മഹത്യക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതിയുടെ എനിക്കൊന്നേ പറയാനുള്ളൂ, കോടതി ഇനി അവധിയെടുക്കരുത്. നിരപരാധികൾ ജയിലിൽ ഒരു ദിവസം പോലും ജയിലിൽ അകപ്പെടുകയും ചെയ്യരുത്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു നിരപരാധി പോലും ഒരു ദിവസം പോലും കോടതി അവധി എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഇനി ഒരിക്കലും ജയിലിൽ കിടക്കരുത്. എനിക്ക് പറയാനുള്ളത് ഇനി അല്ലു അർജുനോടാണ്. ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്തെ, 150 കോടി ജനങ്ങളും ദുഃഖിതരാണ് നിങ്ങളുടെ അറസ്റ്റിൽ. കാരണം ജനാധിപത്യ രാജ്യത്ത് ഒരു കുറ്റവാളി പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ നീതിപീഠത്തിന് മുമ്പിലാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഇരിക്കെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നിരിക്കെ കോടതി അവധി എന്നുള്ള നിലയിലും ഈ ജയിൽ ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് പോയി എന്നുള്ള ഒരു ലൂപ്പ് ഹോൾസിലും താങ്കളെ പിടിച്ച് അകത്തിട്ടത് 150 കോടി ഇന്ത്യൻ ജനതയുടെ മുന്നിൽ അവരുടെ ഹൃദയത്തിൽ എന്നേ പ്രതിഷ്ഠിക്കപ്പെട്ട താങ്കളുടെ ആ ബിംബത്തിന് പ്രഭ കൂടിയിട്ടേ ഉള്ളൂ. ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചാണ് അവരുടെ ചെയ്തികൾക്ക്. അതുകൊണ്ട് അവരോട് നിങ്ങൾ നന്ദി പറയണം. രേവന്ത് റെഡ്ഡി ഇന്നലെ ഇരുന്ന് ചിരിച്ച ആ സിംഹാസനത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഇരുന്ന് കൂടാഴിയില്ല. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ സീറ്റിലും നാളെ നിങ്ങൾ ഇരുന്ന് കൂടാഴികയില്ല. സോ ഇതിനൊക്കെ കാലം ഒരു കാവ്യനീതി കാത്തുവച്ചിട്ടുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.